ഹായ് സ്റ്റുഡൻസ്, വെൽക്കം ടു മൈ ചാനൽ. നമ്മളിന്ന് പഠിക്കുന്നത് ഹിസ്റ്ററിയുടെ 4ാമത്തെ ചാപ്റ്ററിൻ്റെ ലാസ്റ്റ് ഭാഗം റിലൈസ് ഇൻ ദ എക്സ്പ്ലോയിറ്റേഷൻ ആണ് അല്ലേ. അപ്പോൾ അതിന് മുമ്പ് നമ്മൾ 1857 റിവോൾട്ട് പഠിച്ചു. കുറേ വൈഡ് എക്സ്പ്ലനേഷനിലൊരു ഭാഗമായിരുന്നു. അതുപോലെ തന്നെ ഈ ചാപ്റ്ററിൽ ഇമ്പോർട്ടൻ്റ് ആയ എസ്എ ക്വസ്റ്റ്യനുള്ള ഭാഗമൊക്കെ ആയിരുന്നു. അപ്പോൾ ഇനി നമുക്ക് റിലൈസ് ഇൻ ദ എക്സ്പ്ലോയിറ്റേഷൻ എന്താണെന്ന് നോക്കാം. അപ്പോൾ റിലൈസിങ് മനസ്സിലാക്കുക അല്ലേ, എന്താണ് തിരിച്ചറിയുന്നത് അല്ലെങ്കിൽ മനസ്സിലാക്കുന്നത്? ദ എക്സ്പ്ലോയിറ്റേഷൻ ചൂഷണം. അപ്പോൾ ചൂഷണം മനസ്സിലാക്കുക അല്ലെങ്കിൽ തിരിച്ചറിയാണ്. ആരാ നോക്കാം. ദ ഇക്കണോമിക് എക്സ്പ്ലോയിറ്റേഷൻ ഓഫ് ദ ബ്രിട്ടീഷ് ക്രിയേറ്റഡ് ആൻഡ് ആൻറ്റി ബ്രിട്ടീഷ് ഫീലിംഗ് എമംഗ് ഡിഫറെൻറ്റ് സെക്ഷൻ ഓഫ് പീപ്പിൾ. ദ ഇക്കണോമിക് എക്സ്പ്ലോയിറ്റേഷൻ ചൂഷണം. ആരുടെ? സാമ്പത്തിക ചൂഷണം. ദ ബ്രിട്ടീഷ് അല്ലേ, ബ്രിട്ടീഷുകാരുടെ സാമ്പത്തിക ചൂഷണം ക്രിയേറ്റ് ചെയ്തു അല്ലേ, നടത്തിയ ബ്രിട്ടീഷുകാർ കൊണ്ടുവന്ന അല്ലെങ്കിൽ ബ്രിട്ടീഷുകാർ ആരംഭിച്ച സാമ്പത്തിക ചൂഷണം ആൻഡ് ആൻറ്റി ബ്രിട്ടീഷ് ഫീലിംഗ്, ബ്രിട്ടീഷ് വിരുദ്ധ മനോഭാവം എമംഗ് ഡിഫറെൻറ്റ് സെക്ഷൻ ഓഫ് പീപ്പിൾ, അഥവാ ഇന്ത്യയിലെ വിവിധ വിഭാഗം ജനങ്ങൾക്കിടയിൽ ബ്രിട്ടീഷ് വിരുദ്ധ വികാരം മനോഭാവം ഉണ്ടാകുന്നതിന് കാരണമായതെന്തായിരുന്നു? ദ ഇക്കണോമിക് എക്സ്പ്ലോയിറ്റേഷൻ ഓഫ് ബ്രിട്ടീഷുകാരുടെ സാമ്പത്തിക ചൂഷണമായിരുന്നു. ദിസ് ആറ്റിറ്റ്യൂഡ് വാസ് എ മേജർ ഫാക്ടർ ദാറ്റ് ലെഡ് ടു ദ എമർജൻസ് ഓഫ് നാഷണാലിസം ഇൻ ദ 19th century. അപ്പോൾ ദിസ് ആറ്റിറ്റ്യൂഡ്, ഈ മനോഭാവം എന്ത് ചെയ്തു? എ മേജർ ഫാക്ടർ, മുഖ്യ ഘടകമായി. ദാറ്റ് ലെഡ് ദ എമർജൻസ് ഓഫ്, ഏതിൻ്റെ ആവിർഭാവത്തിലേക്ക് നയിച്ച മുഖ്യ ഘടകമായിരുന്നു? എമർജൻസ് ഓഫ് ഇന്ത്യൻ നാഷണാലിസം, ഇന്ത്യൻ ദേശീയതയുടെ ആവിർഭാവത്തിന് ഇൻ ദ 19th century. ഇത് 19ാം നൂറ്റാണ്ടിൽ ഇന്ത്യൻ ദേശീയതയുടെ രൂപീകരണത്തിലേക്ക് നയിച്ച പ്രധാന ഘടകമായിരുന്നു. ഏത്? ദിസ് ആറ്റിറ്റ്യൂഡ് മീൻസ് ആൻറ്റി ബ്രിട്ടീഷ് ഫീലിംഗ്. ഓക്കെ, നെക്സ്റ്റ് പാരഗ്രാഫിൽ നാഷണാലിസം ഇസ് ദ സെൻസ് ഓഫ് യൂണിറ്റി എമംഗ് ദ പീപ്പിൾ ഓഫ് കൺട്രി റെസ്പെക്റ്റീവ് കാസ്റ്റ്, ക്രീഡ്, റീജിയൻ ആൻഡ് റീജിയൻ. അപ്പോൾ അവിടെ ചോദിക്കുകയാണ് വാട്ട് യു മീൻ ബൈ നാഷണാലിസം എന്ന് ചോദിച്ചാൽ, അല്ലെങ്കിൽ എക്സ്പ്ലെയിൻ ദ മീനിങ് ഓഫ് നാഷണാലിസം എന്ന് ചോദിച്ചാൽ അതിനുള്ള ആൻസറാണ് അവിടെ പറയുന്നത് കേട്ടോ. അവിടെ വേണമെങ്കിൽ നിൽക്കൊന്ന് അണ്ടർലൈൻ ചെയ്തിടാം. നാഷണാലിസം ഇൻ ദ സെൻസ് ഓഫ് യൂണിറ്റി, ദേശീയത എന്നാൽ എന്താണ്? സെൻസ് ഓഫ് യൂണിറ്റി, ഒരു ഐക്യബോധമാണ് അല്ലേ. എന്തിലെ? എമംഗ് ദ പീപ്പിൾ ഓഫ് ദ കൺട്രി ഇറസ്പെക്റ്റീവ് ഓഫ് കാസ്റ്റ്, ക്രീഡ്, റിലീജിയൻ ആൻഡ് റീജിയൻ. അപ്പോൾ എന്തായിരുന്നു നാഷണാലിസം എന്ന് പറഞ്ഞാൽ? ജാതി, മതവർഗ, പ്രാദേശിക വ്യത്യാസങ്ങളില്ലാതെ ഒരു രാജ്യത്തെ ജനങ്ങൾക്കിടയിൽ നിലനിൽക്കുന്ന ഐക്യബോധമാണ് ഏത് പേരിൽ അറിയപ്പെട്ടത്? മീൻസ് ഓഫ് നാഷണാലിസം. കോൺഗ്രസ് വാസ് ആൻ എക്സാമ്പിൾ ഫോർ സച്ച് ആൻ ഓർഗനൈസ്ഡ് ഫ്രം ദ നാഷണാലിസം. അപ്പോൾ ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് എന്തായിരുന്നു? വാസ് എ എക്സാമ്പിൾ, ഉദാഹരണമായിരുന്നു ഫ്രം സച്ച് ഓർഗനൈസ്ഡ് ഫ്രം ദ നാഷണാലിസം, അഥവാ ദേശീയതയുടെ ഒരു സംഘടിത രൂപമായിരുന്നു ഏത്? ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിൻ്റെ രൂപീകരണം. ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് വാസ് എ ഫോംഡ്, നിങ്ങൾ അവിടെ ഒന്ന് അണ്ടർലൈൻ ചെയ്തിട്ട് അതൊന്ന് മാർക്ക് ചെയ്യുക കേട്ടോ. എന്നാണ് ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് ഫോം ചെയ്തത്? ഇൻ ഡിസംബർ 1885 ഇൻ ബോംബെ. എവിടെയായിരുന്നു? അപ്പോൾ ദ ഫൗണ്ടേഷൻ ഓഫ് ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ്. വേണമെങ്കിൽ അങ്ങനെ ഒരു ക്വസ്റ്റ്യൻ എഴുതിയിടാം കേട്ടോ. എന്നായിരുന്നു ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിൻ്റെ സ്ഥാപനം? ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് വാസ് ഫോംഡ്, ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് രൂപീകരിച്ചു ഇൻ ഡിസംബർ 1885 1885 ഇൻ ബോംബെ. അപ്പോൾ ബോംബെയിലാണ് ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് രൂപീകരിക്കപ്പെട്ടത്. 72 ഡെലിഗേറ്റ്സ് മീൻസ് പ്രതിനിധികൾ. അപ്പോൾ 72 ഡെലിഗേറ്റ്സ്, 72 പ്രതിനിധികൾ ഫ്രം ഡിഫറെൻറ്റ് പാർട്ട് ഓഫ് ഇന്ത്യ അറ്റൻഡ് ഇറ്റ്സ് ഫസ്റ്റ് സെക്ഷൻ. അപ്പോൾ ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിൻ്റെ ആദ്യ സമ്മേളനത്തിൽ ഇന്ത്യയുടെ വിവിധ ഭാഗങ്ങളിൽ നിന്നായി എത്ര പേരാണ് പങ്കെടുത്തത്? 72 ഡെലിഗേറ്റ്സ്, 72ഓളം പ്രതിനിധികൾ പങ്കെടുത്തു. ഓക്കെ, നെക്സ്റ്റ് പാരഗ്രാഫ് നോക്കാം. അപ്പോൾ ദ ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ്, നെക്സ്റ്റ് ഭാഗമാണ് നമ്മൾ, നെക്സ്റ്റ് പേജിലാണ് നമ്മൾ പറയുന്നത്. അപ്പോൾ ദ ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് ലെഡ് ദ ആൻറ്റി ബ്രിട്ടീഷ് സ്ട്രഗിൾ ഫ്രം 1885 ടിൽ ഇന്ത്യ അറ്റൈൻഡ് ഇൻഡിപെൻഡൻസ് ഇൻ 1947. അപ്പോൾ ദ ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് അല്ലേ, ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് നയിച്ചു ദ ആൻറ്റി ബ്രിട്ടീഷ് സ്ട്രഗിൾ, ബ്രിട്ടീഷ് വിരുദ്ധ സമരം നയിച്ചു ഫ്രം 1885 1885 മുതൽ ടിൽ ഇന്ത്യ അറ്റൈൻഡ് ഇൻഡിപെൻഡൻസ് ഇൻ 1947 1947 സ്വാതന്ത്ര്യം നേടിയെടുക്കുന്നത് വരെ, അഥവാ 1885 മുതൽ
1947 സ്വാതന്ത്ര്യം നേടിയെടുക്കുന്നതുവരെ ഇന്ത്യയിലെ ബ്രിട്ടീഷ് വിരുദ്ധ സമരങ്ങൾ നയിച്ചതാരായിരുന്നു? ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് ആയിരുന്നു. ഓക്കെ, നെക്സ്റ്റ് പാരഗ്രാഫിൽ ദാദാബായ് നവറോജി വാസ് എ പേഴ്സൺ ഹു സ്റ്റഡീഡ് അബൌട്ട് ദ ഫാക്ടേഴ്സ് ഓൺ ദ ഡിറ്റർമിനേഷൻ ഓഫ് ഇന്ത്യൻ ഇക്കോണമി അണ്ടർ ദ ബ്രിട്ടീഷ് റൂൾ. അപ്പോൾ ദാദാബായ് നവറോജി ആരായിരുന്നു? ദാദാബായ് നവറോജി വാസ് എ പേഴ്സൺ അല്ലേ, ഒരു വ്യക്തിയാണ്. ഹ്യൂ സ്റ്റഡീഡ് പഠനം നടപ്പിലാക്കിയ അബൌട്ട് ദ ഫാക്റ്റ് ഓൺ ദ ഡിറ്റർമിനേഷൻ ഓഫ് ഇന്ത്യൻ എക്കോണമി അണ്ടർ ദ ബ്രിട്ടീഷ് റൂൾ. അപ്പോൾ ബ്രിട്ടീഷ് ഭരണത്തിന് കീഴിൽ ഇന്ത്യയുടെ സാമ്പത്തിക അവസ്ഥയെക്കുറിച്ച് ഡിറ്റർമിനേഷൻ അല്ലേ നിർണയം ചെയ്ത ഒരു വ്യക്തിയായിരുന്നു, അല്ലെങ്കിൽ പഠനം നടപ്പാക്കിയ വ്യക്തിയായിരുന്നു ആര്? ദാദാബായ് നവറോജി. അപ്പോൾ ദ ഡ്രെയിൻ ഓഫ് വെൽത്ത് ടു ഇംഗ്ലണ്ട് വാസ് ദ റൂട്ട് കോസ് ഓഫ് ദ പോവർട്ടി ആൻഡ് സ്റ്റാർവേഷൻ ഇൻ ഇന്ത്യ. അപ്പോൾ ദ ഡ്രെയിൻ ഓഫ് വെൽത്ത്, എന്താണ് ഡ്രെയിൻ ഓഫ് വെൽത്ത് എന്ന് പറഞ്ഞാൽ? സാമ്പത്തിക ചൂഷണം. ഡ്രെയിൻ ഓഫ് വെൽത്ത് എന്ന് പറഞ്ഞാൽ എന്താ? ചോർച്ച. അപ്പോൾ ഡ്രെയിൻ ഓഫ് വെൽത്ത് അഥവാ സാമ്പത്തിക ചോർച്ച ടു ഇംഗ്ലണ്ട് വാസ് ടു, അഥവാ ഇന്ത്യയുടെ സാമ്പത്തിക ചോർച്ചയ്ക്കുള്ള കാരണം എന്താണ്? ഇംഗ്ലണ്ട് വാസ് ദ റൂട്ട് കോസ് ഓഫ്, ഇംഗ്ലണ്ട് നമ്മുടെ ഇന്ത്യയിൽ നിന്ന് സാമ്പത്തിക ചോർച്ച നടപ്പാക്കുന്നതാണ് ഇന്ത്യയിൽ എന്തിന് കാരണം? റൂട്ട് കോസ് ഓഫ് പോവർട്ടി ആൻഡ് സ്റ്റാർവേഷൻ ഇന്ത്യ, അഥവാ ഇന്ത്യയിലെ ദാരിദ്ര്യത്തിനോ പട്ടിണിക്കും പ്രധാന കാരണം എന്തായിരുന്നു? ഈ ബ്രിട്ടീഷുകാർ ഇന്ത്യയിൽ നിന്ന് സമ്പത്ത് ചോർത്തിയതായിരുന്നു. ബേസ്ഡ് ഓൺ ദ സ്റ്റഡി ഇൻ എ പുട്ട് ഫോർവേഡ് ഡ്രെയിൻ തിയറി, അതിനുവേണ്ടി ഇദ്ദേഹം പഠനം നടപ്പാക്കിയ സിദ്ധാന്തമാണ് ഇത് ഡ്രെയിൻ തിയറി എന്നറിയപ്പെട്ടത്. ആൻഡ് സെഡ് ദാറ്റ് ഹൗ ഡിഡ് ദ ഇന്ത്യൻ വെൽത്ത്, അപ്പോൾ ഇദ്ദേഹം പറയാണ് നമ്മുടെ സമ്പത്ത് എങ്ങനെയാണ് ഇന്ത്യയിൽ നിന്ന് നഷ്ടപ്പെടുന്നത് എന്ന് ഇദ്ദേഹം പഠനം നടപ്പാക്കി. ഏത് രൂപത്തിലായിരുന്നു? ഫസ്റ്റ് വൺ എക്സ്പോർട്ട് ഇന്ത്യ റോ മെറ്റീരിയൽസ്. അപ്പോൾ ഡ്രെയിൻ അഥവാ ഡ്രെയിൻ ഓഫ് വെൽത്ത് ഇന്ത്യയിൽ നിന്ന് നടപ്പാക്കിയത് എങ്ങനെയായിരുന്നു? ഫസ്റ്റ് വൺ എക്സ്പോർട്ട് ദ ഇന്ത്യൻ റോ മെറ്റീരിയൽസ്, അഥവാ ഇന്ത്യയിൽ നിന്നുള്ള അസംസ്കൃത വസ്തുക്കളുടെ കയറ്റുമതിയിലൂടെ. സെക്കൻഡ് വൺ സാലറി ആൻഡ് പെൻഷൻ ടു ദ ബ്രിട്ടീഷ് ഓഫീസേഴ്സ് ഇൻ ഇന്ത്യ, ഇന്ത്യയിലെ ബ്രിട്ടീഷ് ഉദ്യോഗസ്ഥർക്ക് നൽകുന്ന ശമ്പളവും പെൻഷൻ്റെ രൂപത്തിൽ. തേർഡ് വൺ പ്രോഫിറ്റ് ഗെയിൻഡ് ത്രോ ദ സെയിൽസ് ഓഫ് ബ്രിട്ടീഷ് പ്രോഡക്റ്റ് ഇൻ ഇന്ത്യ, അപ്പോൾ ഇന്ത്യയിൽ ബ്രിട്ടീഷ് ഉൽപ്പന്നങ്ങൾ വിറ്റഴിക്കുക വഴിയുള്ള ലാഭത്തിലൂടെയും. ലാസ്റ്റ് വൺ ടാക്സ് ഫ്രം ഇന്ത്യ, ഇന്ത്യയിൽ നിന്ന് ഉള്ള നികുതിയിലൂടെയും. ഈ രൂപത്തിലാണ് ഇന്ത്യയിൽ നിന്ന് എന്താ ചെയ്തത്? സാമ്പത്തിക ചോർച്ച ബ്രിട്ടൻ നടപ്പിലാക്കിയത്. അപ്പോൾ ആരാണ് ഡ്രെയിൻ തിയറി? ആ പാരഗ്രാഫിൽ എന്താ പഠിച്ചത്? ഡ്രെയിൻ തിയറി കൊണ്ടുവന്നത് ദാദാബായ് നവറോജി. അപ്പോൾ ഡ്രെയിൻ തിയറിയിൽ ഇദ്ദേഹം എന്താ പറഞ്ഞത്? 4 കാര്യങ്ങൾക്കാണ് അദ്ദേഹം പ്രാധാന്യം നൽകിയത്. ഫസ്റ്റ് വൺ എക്സ്പോർട്ട് ടു ഇന്ത്യൻ റോ മെറ്റീരിയൽസ്, സെക്കൻഡ് വൺ സാലറി ആൻഡ് പെൻഷൻ ടു ദ ബ്രിട്ടീഷ് ഓഫീസേഴ്സ് in India. Third one, profit gained through the sales of the British product in India. Fourth one, tax from India. Okay, next paragraph. The earlier leaders like Dadabhai Navroji, Ramesh Chandra Dutt and Gopalakrishna Gokhale had a pivotal role in making the common people aware of the economic policy of the British that imprisoned India. അപ്പോൾ the earlier leaders അല്ലേ, ആദ്യകാല നേതാക്കന്മാരായിരുന്ന ദാദാബായ് നവറോജി, പിന്നെ ആരാണ്? രമേശ് ചന്ദ്ര ദത്ത് ആൻഡ് ഗോപാലകൃഷ്ണ ഗോഖലെ എന്നിവർക്ക് ഹാർഡ് പ്രൊവിൻഷ്യൽ റോൾ എന്തിരുന്നു? അവരെ മുഖ്യ പങ്ക് വഹിച്ചിരുന്നു. എന്തിന്? മേക്കിംഗ് ദ കോമൺ പീപ്പിൾ, അപ്പോൾ ജനങ്ങളെ മേക്ക് ചെയ്യാൻ, പൊതുജനങ്ങളെ ബോധവൽക്കരിക്കാൻ, അവർനെസ് ഓഫ് ദ ഇക്കണോമിക് പോളിസി, ബ്രിട്ടൻ്റെ സാമ്പത്തിക നയങ്ങളെക്കുറിച്ച് ബോധവൽക്കരിക്കുന്നതിൽ മുഖ്യ പങ്ക് വഹിച്ച ദേശീയ നേതാക്കളായിരുന്നു ആരൊക്കെ? ലീഡേഴ്സ് ലൈക്ക് ദാദാബായ് നവറോജി, രമേശ് ചന്ദ്ര ദത്ത് ആൻഡ് ഗോപാലകൃഷ്ണ ഗോഖലെ. Okay, the common people realized that the poverty and exploitation they faced had been the creation of the British. അപ്പോൾ the common people, അപ്പോൾ ജനങ്ങൾ എന്ത് ചെയ്തു? പൊതുജനങ്ങൾ റിയലൈസ് ചെയ്തു അല്ലേ? അപ്പോൾ തിരിച്ചറിവ് അവർക്കിടയിലുണ്ടായി. എന്തിന്? റിയലൈസ്ഡ് ദാറ്റ് ദ പോവർട്ടി ആൻഡ് എക്സ്പ്ലോയിറ്റേഷൻ, അഥവാ ഈ ചൂഷണവും അഥവാ ബ്രിട്ടീഷുകാരുടെ അവർ അനുഭവിക്കുന്ന ദാരിദ്ര്യവും ചൂഷണവും ആരുടെ സൃഷ്ടിയാണെന്ന്? ദാറ്റ് ക്രിയേഷൻ ഓഫ് ദ ബ്രിട്ടീഷുകാരുടെ സൃഷ്ടിയാണെന്ന് ആര് മനസ്സിലാക്കി? ദ കോമൺ പീപ്പിൾ റിയലൈസ്ഡ്. ഓക്കെ, ഇറ്റ് റെയിൻഫോഴ്സ് ദിയർ ആൻറ്റി ബ്രിട്ടീഷ് ആറ്റിറ്റ്യൂഡ്. ഇതെന്താണ് അവർക്കിടയിൽ വളർന്നത്? ബ്രിട്ടീഷ് വിരുദ്ധ മനോഭാവം അല്ലേ? ബ്രിട്ടീഷുകാർ റീഇൻഫോഴ്സ്, ഇത് ശക്തമാക്കിയതിനെ ദിയർ ആൻറ്റി ബ്രിട്ടീഷ് ആറ്റിറ്റ്യൂഡ്, ബ്രിട്ടീഷ് വിരുദ്ധ മനോഭാവം ഇന്ത്യക്കാർക്കിടയിൽ ശക്തിപ്പെടുന്നതിന് കാരണമായി. The nationalism grew out of such awareness. It is termed by some historians an economic nationalism.
ദ നാഷണാലിസം അഥവാ ദ നാഷണാലിസം ഗ്രോ അഥവാ ഇത്തരത്തിൽ വളർന്നു വന്ന ഇന്ത്യൻ ദേശീയതയെ അല്ലേ ഇറ്റ് ടേംഡ് ചില ചരിത്രകാരന്മാർ സം ഹിസ്റ്റോറിയൻസ് ആൻഡ് ഇക്കണോമിക് നാഷണാലിസം ചില ചരിത്രകാരന്മാർ ഈ രൂപത്തിൽ വളർന്ന ദേശീയതയെ എന്ത് പേരിലാണ് വിശേഷിപ്പിച്ചത് ആൻഡ് ഇക്കണോമിക് നാഷണാലിസം അഥവാ സാമ്പത്തിക ദേശീയത എന്ന് വിശേഷിപ്പിച്ചു. ഓക്കെ, ഇത്രയാണ് നമ്മുടെ ആ പാരഗ്രാഫിൽ പഠിച്ചത്. ഇനി നെക്സ്റ്റ് നോക്കുക, സ്വദേശി മൂവ്മെൻറ്റ് ന്യൂ മെത്തഡ് ഓഫ് റെസിസ്റ്റൻസ് കേട്ടോ. സ്വദേശി പ്രസ്ഥാനവും പുതിയ തരം ചെറുത്തുനിൽപ്പുകളും. നെക്സ്റ്റ് വൺ എ നമ്പർ ഓഫ് ടെക്സ്റ്റൈൽ മിൽസ് അല്ലേ, നിരവധി തുണിമില്ലുകളും സോപ്പ് ഫാക്ടറികളും മാച്ച് ബോക്സ് കമ്പനീസ് അല്ലേ, തീപ്പെട്ടി കമ്പനികളോ നാഷണൽ ബാങ്ക്സ് ദേശീയ ബാങ്കുകളും ആൻഡ് ഇൻഷുറൻസ് കമ്പനികളോ വേർ എസ്റ്റാബ്ലിഷ്ഡ് നമ്മുടെ രാജ്യത്ത് സ്ഥാപിക്കപ്പെട്ടു. ഇറ്റ് വാസ് ഡ്യൂറിങ് ദ സ്വദേശി മൂവ്മെൻറ്റ് അഥവാ സ്വദേശി പ്രസ്ഥാനത്തിൻ്റെ കാലഘട്ടത്തിൽ ദാറ്റ് ദ ബംഗാൾ കെമിക്കൽ സ്റ്റോർ ഇൻ ബംഗാൾ, ദ ടാറ്റ അയൺ ആൻഡ് സ്റ്റീൽ പ്ലാന്റ് ഇൻ മഹാരാഷ്ട്ര ആൻഡ് ദ സ്വദേശി സ്റ്റീൽ നാവിഗേഷൻ കമ്പനി ഇൻ തമിഴ്നാടോ വേർ എസ്റ്റാബ്ലിഷ്ഡ് അഥവാ സ്വദേശി പ്രസ്ഥാനത്തിൻ്റെ കാലഘട്ടത്തിൽ സ്ഥാപിക്കപ്പെട്ട കമ്പനികളായിരുന്നു ഏതൊക്കെ? ബംഗാൾ കെമിക്കൽ സ്റ്റോർ ഇൻ ബംഗാൾ, ദ ടാറ്റ അയൺ ആൻഡ് സ്റ്റീൽ പ്ലാന്റ് ഇൻ മഹാരാഷ്ട്ര ആൻഡ് ദ സ്വദേശി സ്റ്റീൽ നാവിഗേഷൻ കമ്പനി ഇൻ തമിഴ്നാടു. അപ്പോൾ ഓക്കെ, ഇമ്പോർട്ട് ഓഫ് ദ ബ്രിട്ടീഷ് ഗുഡ്സ് ടു ഇന്ത്യ സ്റ്റീഡ്ലി വെൻ ഡൗൺ ഡ്യൂറിങ് ദിസ് പീരിയഡ്. അപ്പോൾ ഈ കാലഘട്ടത്തിൽ എന്ത് ചെയ്തു? ഇമ്പോർട്ട് ദ ബ്രിട്ടീഷ് ഗുഡ്സ് അല്ലേ, അഥവാ ബ്രിട്ടീഷ് ഉൽപ്പന്നങ്ങളുടെ ഇറക്കുമതിയിൽ എന്തുണ്ടായി? സ്റ്റെഡ്ലി വെൻറ്റ് ഡൗൺ ഡ്യൂറിങ് ദിസ് പീരിയഡ്, വലിയ കുറവാണ് ഈ കാലഘട്ടത്തിൽ ഉണ്ടായത്. ഓക്കെ, നെക്സ്റ്റ് പാരഗ്രാഫ് നോക്ക്. പാർട്ടിസിപ്പേഷൻ ഓഫ് വുമൺ ലേബേഴ്സ് ആൻഡ് സ്റ്റുഡൻസ് വെർ അനദർ റിമാർക്കബിൾ ഫീച്ചേഴ്സ് ഓഫ് ദിസ് മൊമെൻറ്റ്. അപ്പോൾ ഇതിൻ്റെ ഏറ്റവും വലിയ പ്രത്യേകത, ഇതിൻ്റെ സ്വദേശി പ്രസ്ഥാനത്തിൻ്റെ ഏറ്റവും വലിയ പ്രത്യേകത എന്തായിരുന്നു? ദ പാർട്ടിസിപ്പേഷൻ ഓഫ് വുമൺ ലേബേഴ്സ് ആൻഡ് സ്റ്റുഡൻസ്. ആരുടെ പങ്കാളിത്തം? സ്ത്രീകളുടെയോ തൊഴിലാളികളുടെയും കുട്ടികളുടെയും പങ്കാളിത്തമായിരുന്നു. വാഷർമാൻ ഓ ദാറ്റ് ദേ വുഡ് നോട്ട് വാസ് ഫോറിൻ ക്ലോത്ത്. അപ്പോൾ ഫോറിൻ ക്ലോത്ത് വിദേശ വസ്ത്രങ്ങൾ അലക്കുന്നതിനാര് വിസമ്മതിച്ചു? അലക്കുകാരൻ. ദ പ്രസൻസ് ഷുവർ ദാറ്റ് ദേ വുഡ് നോട്ട് പെർഫോം റിച്വൽസ് ആൻഡ് പ്രേയേഴ്സ് യൂസിങ് ഫോറിൻ ഐറ്റംസ് അല്ലേ. ഈ പൂജാരികൾ എന്താ ചെയ്തത്? അവരുടെ വിദേശ വസ്തുക്കൾ ഉപയോഗിച്ച് പൂജ നടത്തുകയില്ലെന്ന് ആര് പ്രതിജ്ഞയെടുത്തു? പൂജാരികൾ പ്രതിജ്ഞയെടുത്തു. പിന്നെയോ വുമൺ ബോയ്ക്കോട്ട് ഫോറിൻ ബാങ്കിൾസ് ആൻഡ് യൂട്ടിൻസ്. അപ്പോൾ സ്ത്രീകൾ എന്താ ചെയ്തേ? വിദേശത്തു നിന്നുള്ള വളകളും പാത്രങ്ങളൊക്കെ ബഹിഷ്കരിച്ചു അല്ലേ. സ്റ്റുഡൻസോ ക്വിറ്റ് ദിസ് സ്കൂൾ ടു ടേക്ക് പാർട്ട് ഓഫ് ദിസ് മൂവ്മെൻറ്റ്. സ്റ്റുഡൻസ് ക്വിറ്റ് ചെയ്തു, ബ്രിട്ടീഷുകാരുടെ സ്കൂളുകളൊക്കെ ക്വിറ്റ് ചെയ്ത് ഇതിൻ്റെ ഭാഗമായി പ്രസ്ഥാനത്തിൻ്റെ ഭാഗമാവുകയും ചെയ്തു. ഓക്കെ, അപ്പോൾ ഇത്രയാണ് അതിൽ പറഞ്ഞത്. നിരവധി കമ്പനികൾ ഈ കാലഘട്ടത്തിൽ ആരംഭിച്ചു. ഏത് കാലഘട്ടത്തിൽ? സ്വദേശി പ്രസ്ഥാന കാലഘട്ടത്തിൽ ആരംഭിച്ചു. സ്ത്രീകളുടെയും തൊഴിലാളികളുടെയും കുട്ടികളുടെയും സജീവ പങ്കാളിത്തം പ്രസ്ഥാനത്തിലുണ്ടായിരുന്നു. ഇതൊക്കെ എന്ത് ചെയ്തു? സ്വദേശി പ്രസ്ഥാനത്തിന് ആവശ്യം പകരാൻ കാരണമായി. ഓക്കെ, നെക്സ്റ്റ് പാരഗ്രാഫ് നോക്കാം. നെക്സ്റ്റ് വൺ എ നമ്പർ ഓഫ് ടെക്സ്റ്റൈൽ മിൽസ് അല്ലേ, നിരവധി തുണിമില്ലുകളും സോപ്പ് ഫാക്ടറികളും മാച്ച് ബോക്സ് കമ്പനീസ് അല്ലേ, തീപ്പെട്ടി കമ്പനികളോ നാഷണൽ ബാങ്ക്സ് ദേശീയ ബാങ്കുകളും ആൻഡ് ഇൻഷുറൻസ് കമ്പനികളോ വേർ എസ്റ്റാബ്ലിഷ്ഡ് നമ്മുടെ രാജ്യത്ത് സ്ഥാപിക്കപ്പെട്ടു. ഇറ്റ് വാസ് ഡ്യൂറിങ് ദ സ്വദേശി മൂവ്മെൻറ്റ് അഥവാ സ്വദേശി പ്രസ്ഥാനത്തിൻ്റെ കാലഘട്ടത്തിൽ ദാറ്റ് ദ ബംഗാൾ കെമിക്കൽ സ്റ്റോർ ഇൻ ബംഗാൾ, ദ ടാറ്റ അയൺ ആൻഡ് സ്റ്റീൽ പ്ലാന്റ് ഇൻ മഹാരാഷ്ട്ര ആൻഡ് ദ സ്വദേശി സ്റ്റീൽ നാവിഗേഷൻ കമ്പനി ഇൻ തമിഴ്നാടോ വേർ എസ്റ്റാബ്ലിഷ്ഡ് അഥവാ സ്വദേശി പ്രസ്ഥാനത്തിൻ്റെ കാലഘട്ടത്തിൽ സ്ഥാപിക്കപ്പെട്ട കമ്പനികളായിരുന്നു ഏതൊക്കെ? ബംഗാൾ കെമിക്കൽ സ്റ്റോർ ഇൻ ബംഗാൾ, ദ ടാറ്റ അയൺ ആൻഡ് സ്റ്റീൽ പ്ലാന്റ് ഇൻ മഹാരാഷ്ട്ര ആൻഡ് ദ സ്വദേശി സ്റ്റീൽ നാവിഗേഷൻ കമ്പനി ഇൻ തമിഴ്നാടു. അപ്പോൾ ഓക്കെ, ഇമ്പോർട്ട് ഓഫ് ദ ബ്രിട്ടീഷ് ഗുഡ്സ് ടു ഇന്ത്യ സ്റ്റീഡ്ലി വെൻ ഡൗൺ ഡ്യൂറിങ് ദിസ് പീരിയഡ്. അപ്പോൾ ഈ കാലഘട്ടത്തിൽ എന്ത് ചെയ്തു? ഇമ്പോർട്ട് ദ ബ്രിട്ടീഷ് ഗുഡ്സ് അല്ലേ, അഥവാ ബ്രിട്ടീഷ് ഉൽപ്പന്നങ്ങളുടെ ഇറക്കുമതിയിൽ എന്തുണ്ടായി? സ്റ്റെഡ്ലി വെൻറ്റ് ഡൗൺ ഡ്യൂറിങ് ദിസ് പീരിയഡ്, വലിയ കുറവാണ് ഈ കാലഘട്ടത്തിൽ ഉണ്ടായത്. ഓക്കെ, നെക്സ്റ്റ് പാരഗ്രാഫ് നോക്ക്. പാർട്ടിസിപ്പേഷൻ ഓഫ് വുമൺ ലേബേഴ്സ് ആൻഡ് സ്റ്റുഡൻസ് വെർ അനദർ റിമാർക്കബിൾ ഫീച്ചേഴ്സ് ഓഫ് ദിസ് മൊമെൻറ്റ്.
അപ്പോൾ ഇതിൻ്റെ ഏറ്റവും വലിയ പ്രത്യേകത, ഇതിൻ്റെ സ്വദേശി പ്രസ്ഥാനത്തിൻ്റെ ഏറ്റവും വലിയ പ്രത്യേകത എന്തായിരുന്നു? ദ പാർട്ടിസിപ്പേഷൻ ഓഫ് വുമൺ ലേബേഴ്സ് ആൻഡ് സ്റ്റുഡൻസ്. ആരുടെ പങ്കാളിത്തം? സ്ത്രീകളുടെയോ തൊഴിലാളികളുടെയും കുട്ടികളുടെയും പങ്കാളിത്തമായിരുന്നു. വാഷർമാൻ ഓ ദാറ്റ് ദേ വുഡ് നോട്ട് വാഷ് ഫോറിൻ ക്ലോത്ത്. അപ്പോൾ ഫോറിൻ ക്ലോത്ത്, വിദേശ വസ്ത്രങ്ങൾ അലക്കുന്നതിനാര് വിസമ്മതിച്ചു? അലക്കുകാരൻ. ദ പ്രസൻസ് ഷുവർ ദാറ്റ് ദേ വുഡ് നോട്ട് പെർഫോം റിച്വൽസ് ആൻഡ് പ്രേയേഴ്സ് യൂസിങ് ഫോറിൻ ഐറ്റംസ്. അല്ലേ? ഈ പൂജാരികൾ എന്താ ചെയ്തത്? അവരുടെ വിദേശ വസ്തുക്കൾ ഉപയോഗിച്ച് പൂജ നടത്തുകയില്ലെന്ന് ആര് പ്രതിജ്ഞയെടുത്തു? പൂജാരികൾ പ്രതിജ്ഞയെടുത്തു. പിന്നെയോ വുമൺ ബോയ്ക്കോട്ട് ഫോറിൻ ബാങ്കിൾസ് ആൻഡ് യൂട്ടിൻസ്. അപ്പോൾ സ്ത്രീകൾ എന്താ ചെയ്തേ? വിദേശത്തു നിന്നുള്ള വളകളും പാത്രങ്ങളൊക്കെ ബഹിഷ്കരിച്ചു. അല്ലേ? സ്റ്റുഡൻസോ ക്വിറ്റ് ദിസ് സ്കൂൾ ടു ടേക്ക് പാർട്ട് ഓഫ് ദിസ് മൂവ്മെൻറ്റ്. സ്റ്റുഡൻസ് ക്വിറ്റ് ചെയ്തു. ബ്രിട്ടീഷുകാരുടെ സ്കൂളുകളൊക്കെ ക്വിറ്റ് ചെയ്ത് ഇതിൻ്റെ ഭാഗമായി പ്രസ്ഥാനത്തിൻ്റെ ഭാഗമാവുകയും ചെയ്തു. ഓക്കെ, അപ്പോൾ ഇത്രയാണ് അതിൽ പറഞ്ഞത്. നിരവധി കമ്പനികൾ ഈ കാലഘട്ടത്തിൽ ആരംഭിച്ചു. ഏത് കാലഘട്ടത്തിൽ? സ്വദേശി പ്രസ്ഥാന കാലഘട്ടത്തിൽ ആരംഭിച്ചു. സ്ത്രീകളുടെയും തൊഴിലാളികളുടെയും കുട്ടികളുടെയും സജീവ പങ്കാളിത്തം പ്രസ്ഥാനത്തിലുണ്ടായിരുന്നു. ഇതൊക്കെ എന്ത് ചെയ്തു? സ്വദേശി പ്രസ്ഥാനത്തിന് ആവശ്യം പകരാൻ കാരണമായി. ഓക്കെ, നെക്സ്റ്റ് പാരഗ്രാഫ് നോക്കാം. നെക്സ്റ്റ് വൺ, ഇന്ത്യൻ നാഷണാലിസം അറ്റൈൻഡ് ഫർദർ സ്ട്രെങ്ത് ഫ്രം സ്വദേശി മൂവ്മെൻറ്റ്. അപ്പോൾ ഇന്ത്യൻ ദേശീയ പ്രസ്ഥാനം എന്ത് ചെയ്തു? മെയിൻ നാഷണാലിസം നേടി, ഫർദർ സ്ട്രെങ്ത്തിലെ ശക്തിപ്പെട്ടു. എങ്ങനെ? സ്വദേശി മൂവ്മെൻറ്റ്, ദേശീയ പ്രസ്ഥാനത്തോടെ. അല്ലേ? ദ ലീഡേഴ്സ് ലൈക്ക് ബാലഗംഗാധര തിലക്, ലാലാ ലജ്പത് റായ് ആൻഡ് ബിപിൻ ചന്ദ്രപാൽ എംഫസൈസ്ഡ് ദ നെസസിറ്റി ഓഫ് ത്രോയിങ് ദ ഫോറിൻ റോൾ. അപ്പോൾ ആരൊക്കെയാണ് മനസ്സിലാക്കിയത്? ലാലാ ലജ്പത് റായ്, ബാലഗംഗാധര തിലക്, ബിപിൻ ചന്ദ്രപാൽ എന്നിവർ ബ്രിട്ടീഷ് ഭരണം അവസാനിക്കേണ്ടതിൻ്റെ ആവശ്യകത എന്ത് ചെയ്തു? ആവർത്തിച്ച് വ്യക്തമാക്കി. ദിസ് ലീഡേഴ്സ് വെർ ടുഗദർ നോൺ ആസ് ലാൽ പാൽ. ഈ ലീഡേഴ്സ് ഏതൊക്കെ ലീഡേഴ്സ്? ബാലഗംഗാധര തിലക്, ലാലാ ലജ്പത് റായ് ആൻഡ് ബിപിൻ ചന്ദ്രപാൽ. ദിസ് ലീഡേഴ്സ് വെർ ടുഗദർ നോൺ ആസ്. ഈ മൂന്ന് നേതാക്കന്മാരും ഏതു പേരിലാണ് അറിയപ്പെട്ടത്? ലാൽ പാൽ എന്നാണ് അറിയപ്പെട്ടത്. അപ്പോൾ ഫ്രീഡം ഈസ് എ മൈ ബർത്ത് റൈറ്റ്. അവിടെ നിങ്ങൾക്കൊരു PSC ക്വസ്റ്റ്യൻ ആണത് കേട്ടോ. ഫ്രീഡം ഈസ് എ മൈ ബർത്ത് റൈറ്റ്. എന്താണ് ഫ്രീഡം ഈസ് ബർത്ത് റൈറ്റ് എന്ന് പറഞ്ഞാൽ? സ്വാതന്ത്ര്യം എൻ്റെ ജന്മാവകാശമാണ്. ആരാണത് ആവർത്തിച്ച് പറഞ്ഞത്? ഇറ്റ് ഷാൽ ഹാവ് ഇറ്റ്. ഞാനത് നേടുക തന്നെ ചെയ്യും. അല്ലേ? നമ്മളത് നേടുക തന്നെ ചെയ്യും. ദിസ് പ്രൊക്ലമേഷൻ ഓഫ് ബാലഗംഗാധര തിലക് ഇംപ്രൈസ്ഡ് ദ നാഷണൽ മൂവ്മെൻറ്റ്. അപ്പോൾ ദേശീയ പ്രസ്ഥാനത്തെ ഊർജ്ജസ്വലമാക്കുന്നതിന് ഏറ്റവും പ്രധാനപ്പെട്ട ഒരു പ്രഖ്യാപനമായിരുന്നു ആരുടെ? ബാലഗംഗാധര തിലക്. എന്താണ് ബാലഗംഗാധര തിലക് പ്രൊക്ലൈം ചെയ്തേ? ഫ്രീഡം ഈസ് മൈ ബർത്ത് റൈറ്റ്, ഐ ഷാൾ ഹാവ് ഇറ്റ്. അല്ലേ? സ്വാതന്ത്ര്യം എൻ്റെ ജന്മാവകാശമാണ്, നമ്മളത് നേടുക തന്നെ ചെയ്യും. ഓക്കെ, we have seen how the protest of people against the British policy that exploited and impoverished Indians attained and organized from. അപ്പോൾ നമ്മൾ എന്തൊക്കെയാണ് പഠിച്ചത്? പ്രൊട്ടസ്റ്റ് ആയിരുന്നു ജനങ്ങളുടെ ബ്രിട്ടീഷ് നയങ്ങളോടുള്ള എതിർപ്പും അതുപോലെ തന്നെ ചൂഷണവും എത്രത്തോളം അല്ലേ? ഇംപ്രണിഷ്ഡ് ഇന്ത്യൻസ് അഥവാ ചൂഷണം അതുപോലെ തന്നെ കൊള്ളവെപ്പ് ഇന്ത്യൻസ് ആക്ടിറ്റ്യൂഡ് ആൻഡ് ഓർഗനൈസ്ഡ് ഫ്രം. ഇതൊക്കെയാണ് ഇന്ത്യക്കാരെ ഓർഗനൈസ് ചെയ്യാൻ കാരണം. ഈ മനോഭാവങ്ങൾ ബ്രിട്ടീഷുകാർക്കെതിരെയുള്ള. ഇറ്റ് വാസ് ദ പ്രൊട്ടസ്റ്റ് ദാറ്റ് വാസ് ട്രാൻസ്ഫോംഡ് ആസ് ദ ഇന്ത്യൻ നാഷണാലിസം. അല്ലേ? ഈ പ്രതിഷേധങ്ങളുടെ ഒരു സംഘടിത രൂപമാണ് ഇത് ഇന്ത്യൻ ദേശീയതയ്ക്ക് കാരണമായത്. ബോയ്ക്കോട്ട് ഓഫ് ഫോറിൻ ഗുഡ്സ് ആൻഡ് കൺസപ്ഷൻ ഓഫ് ഇൻഡിജീനിയസ് ഗുഡ്സ് ആക്റ്റഡ് ആസ് എ പവർഫുൾ വെപ്പൺ ഇൻ ദ ആൻറ്റി ബ്രിട്ടീഷ് മൂവ്മെൻറ്റ്. അഥവാ ബ്രിട്ടീഷുകാർക്കെതിരെയുള്ള ഒരു പ്രധാന ബ്രിട്ടീഷ് വിരുദ്ധ മനോഭാവം ഏറ്റവും കൂടുതൽ പ്രകടമായത് ഇതിലൂടെയായിരുന്നു. വിദേശ വസ്തുക്കൾ ബഹിഷ്കരിക്കുന്നതിലൂടെയോ സ്വദേശീയ ഉൽപ്പന്നങ്ങൾ ഉപയോഗിക്കുന്നതിലൂടെയുമായിരുന്നു. ലാറ്റർ ഗാന്ധിജി മേഡ് ദിസ് മൂവ്മെൻറ്റ് സ്ട്രോങ് ആൻഡ് പോപ്പുലർ. പിന്നീട് ഗാന്ധി മേഡ് ദ മൂവ്മെൻറ്റ് അഥവാ നമ്മുടെ ഗാന്ധിജി പ്രസ്ഥാനത്തിൽ പങ്കെടുത്തത് പിന്നീട് എന്തിന് കാരണമായി? സ്ട്രോങ് ആൻഡ് പോപ്പുലർ, ജനകീയ പ്രസ്ഥാനമായി ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് ഇന്ത്യൻ ദേശീയ പ്രസ്ഥാനം മാറുന്നതിന് കാരണമാവുകയും ചെയ്തു. ഓക്കെ, നമ്മുടെ ചാപ്റ്റർ 4ാമത്തെ ചാപ്റ്റർ ഇതോടുകൂടി തീർന്നു. ഇതിൽ നമ്മൾ നിരവധി കാര്യങ്ങളാണ് പറഞ്ഞിട്ടുള്ളത് അല്ലേ? അതിലേറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ട് നമ്മൾ പറഞ്ഞത് ഏതായിരുന്നു? ഫസ്റ്റ് വാർ ഓഫ് ഇൻഡിപെൻഡൻറ്റ്. ഓക്കെ, നെക്സ്റ്റ്
പിന്നെ കുറിച്യ റിവോൾട്ട്, അതുപോലെ തന്നെ പിന്നെ ഗാന്ധി ഇമ്പാക്റ്റ് ഓഫ് ബ്രിട്ടീഷ് പോളിസി, ആ കാര്യങ്ങളൊക്കെ പറഞ്ഞിട്ടുണ്ടായിരുന്നു. ഓക്കെ, ഈ ക്ലാസ് നിങ്ങൾക്ക് ഉപകാരപ്രദമാണെങ്കിൽ നിങ്ങൾ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും തൊട്ടടുത്ത ബെല്ലൈക്കൺ പ്രസ് ചെയ്യാനും ഷെയർ ചെയ്യാനും കമൻറ്റ് ചെയ്യാനും ലൈക്ക് ചെയ്യാനും മറക്കരുത്. ഓക്കെ, അടുത്ത ചാപ്റ്ററുമായിട്ട് വീണ്ടും കാണാം. ബൈ ബൈ.